ഒരുമനയൂർ മൂന്നാംകല്ല് ഫെറി റോഡിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. പുനരുദ്ധാരണം നടത്തി ശനിയാഴ്ച ഉദ്ഘാടനം നടത്താനിരിക്കവെയാണ് നാട്ടുകാരുടെ തീരുമാനം. 1 കോടി രൂപ ചിലവിൽ ടാറിങ്ങും 2 സൈഡ് സ്ലാബോടുകൂടിയ കാനയും വശങ്ങളിൽ കോൺക്രീറ്റ് എന്നിവയും നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒരു സൈഡ് മാത്രം കാന എന്നാക്കിയതായും എന്നിട്ടും 60% മാത്രമാണ് ചെയ്തതെന്നും നാട്ടുകാർ പറയുന്നു. നമ്മുടെ മൂന്നാംകല്ലിലെ ഫെറി റോഡ് എന്നറിയപ്പെടുന്ന റോഡ്, പഴയ ഫെറി റോഡ് നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് MLA-യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പുനരുദ്ധാരണം നടത്തുകയുണ്ടായി. ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവര് കൊട്ടിഘോഷിച്ച് 1 കോടി രൂപ ഫണ്ട് അനുവദിച്ച് ഇവിടെ വർക്ക് തുടങ്ങുകയും ഈ റോഡ് ഹൈറ്റ് കൂട്ടിക്കൊണ്ട് 2 സൈഡിലും കാന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ വർക്ക് ആരംഭിച്ചതെങ്കിൽ കൂടി 3 മാസം കഴിഞ്ഞ് വർക്ക് തീരാതെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിന്നീട് വന്ന മറുപടി ഒരു സൈഡ് കാന എന്നായി മാറി. അതായത് 1,30,00,000 എന്ന് പറഞ്ഞ പദ്ധതി പിന്നീട് അത് 1 കോടിയിലേക്ക് ചുരുങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു സൈഡ് പോലും കാന പൂർത്തീകരിക്കാൻ ഈ ഹാർബർ എഞ്ചിനീയറിംഗിന് സാധിച്ചിട്ടില്ല. ഇന്ന് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, നേരത്തെ ഇതിലൂടെ ബസ് റൂട്ട് വരെ ഉണ്ടായിരുന്ന ഒരു റോഡായിരുന്നു പഴയ ഫെറി റോഡ് എന്ന് പറയുന്നത്. 2 ബസ്സുകൾ ഈസിയായി കടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു റോഡായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റോഡിനെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട്, ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്ന പേരിൽ ഈ റോഡിന്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് 3 അടിയോളം സൈഡ് എഡ്ജ് ഇട്ടുകൊണ്ടാണ് ഈ റോഡ് പണിതിട്ടുള്ളത്. ഈ റോഡിന്റെ വീതി കുറഞ്ഞത് മൂലം ഒരു കാറും ഒരു ബൈക്കും പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ചുരുങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കാനയുടെ വർക്ക് നടക്കാത്തതുകൊണ്ട് ഈ എഡ്ജ് അതേപോലെ നിലനിൽക്കുകയും ഇപ്പോൾ ഇതിലെ കടന്നു പോകുന്ന പല സ്കൂൾ വണ്ടികളും നിരന്തരം ഈ എഡ്ജുകളിൽ ചാടിക്കൊണ്ട് വണ്ടി മറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ എഡ്ജ് ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ റോഡ് പണി കഴിഞ്ഞ ഉടനെ തന്നെ എഡ്ജ് പൊട്ടി വളരെ ശോചനീയമായ രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സ്ലാബ് ഒഴിവാക്കിയിരിക്കുകയാണ്. സൈഡിലെ കാന ഒഴിവാക്കിയത് മൂലം 3 അടിയോളം വരുന്ന എഡ്ജാണ് നിലവിൽ റോഡിന്. ഇതുമൂലം വാഹനങ്ങൾ വശത്തേക്ക് മറിയാനും റോഡിന്റെ വശങ്ങൾ പൊട്ടാനും തുടങ്ങിയതായി പറയുന്നു. മുൻപ് 2 ബസ് വരെ എതിർദിശകളിൽ പോകാവുന്ന വീതിയുണ്ടായിരുന്ന റോഡ് ഇന്ന് ഒരു കാർ മാത്രം പോകാവുന്ന തരത്തിലേക്ക് ചുരുങ്ങി. വെള്ളക്കെട്ടിന് പരിഹാരം എന്നു പറഞ്ഞു തുടങ്ങിയ പദ്ധതി ഇപ്പോൾ കാന ഒഴിവാക്കിയത് മൂലം കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് മാറിയിരിക്കുന്നു. നിരന്തരം ഇത്തരം പരാതികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും ഒന്നും ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഉദ്ഘാടന മാമാങ്കം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ഇവിടെ ഈ പറഞ്ഞതുപോലെ 2 സൈഡുകളും ഇപ്പോഴും കുഴികളായി കിടക്കുകയാണ്. കാലങ്ങളായിട്ട് ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞാണ് ഈ റോഡ് പണി നടത്തിയത്. പക്ഷെ അതിലേക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടുത്തെ പരിസരവാസികൾ അനുഭവിക്കുന്നത്. എല്ലാ വീടുകളിലെ മുന്നിലും ഇപ്പോൾ 2 മഴ പെയ്യുമ്പോഴത്തേനും ഈ വേനൽ മഴയിൽ വെള്ളം വീടിന്റെ അകത്തേക്ക് കയറി തുടങ്ങി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാശില്ല എന്ന് പറഞ്ഞ് പകുതി സ്ഥലങ്ങളിലെല്ലാം കുറച്ച് സിമന്റും ഇതെല്ലാം കൊണ്ടുപോയിട്ടിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ മേലുദ്യോഗസ്ഥർ ഇത് തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്.